ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് ക്രിസ്റ്റഫർ നോളൻ. അദ്ദേഹത്തിന്റെ പുറത്തിറങ്ങാറുള്ള എല്ലാ സിനിമകളും മികച്ചതായിരിക്കും, അല്ലെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും ഒരു തവണയെങ്കിലും കണ്ടിരിക്കേണ്ട ക്രിസ്റ്റഫർ നോളൻ മൂവി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ അത് ഡാർക്ക് നൈറ്റ് ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് ദ ഡാർക്ക് നൈറ്റ് എന്ന ക്രിസ്റ്റഫർ നോളൻ സിനിമയെ കുറിച്ച് തന്നെ നോക്കാം. ബാറ്റ്മാൻ ട്രിലജിയിൽ രണ്ടാമത്തെ സിനിമയാണ് ദ ഡാർക്ക് നൈറ്റ്. മറ്റ് സൂപ്പർ ഹീറോ സിനിമകളിൽ ഭൂരിഭാഗവും നായകന്റെ പവർ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ ഡാർക്ക് നൈറ്റ് നമുക്ക് കാണിച്ചു തരുന്നത് ബാറ്റ്മാൻ സ്യൂട്ടിനുള്ളിൽ കഷ്ടപ്പെടുന്ന ബ്രൂസ് വെയിന്റെ ജീവിതമാണ്. കുട്ടിക്കാലത്ത് തന്റെ രക്ഷിതാക്കളെ നഷ്ടപ്പെട്ട ബ്രൂസ് വെയിൻ ഗോതം സിറ്റിയുടെ രക്ഷകനായി മാറുന്നത് ഇനി ആരും അനാഥരായി മാറാതിരിക്കാൻ വേണ്ടിയാണ്. ബാറ്റ്മാനെ പോലെ മൊറാലിറ്റി മുറുകെ പിടിക്കുന്ന മറ്റൊരു സൂപ്പർ ഹീറോ ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും. രക്ഷിതാക്കളുടെ മരണം ബ്രൂസ് വെയിന്റെ കുട്ടിക്കാലം തന്നെ തകർത്തു കളഞ്ഞു. ഒരു പണക്കാരനായിരുന്നിട്ട് കൂടി രക്ഷിതാക്കളുടെ മരണശേഷം അദ്ദേഹം വെയിൻ മാനർ എസ്റ്റേറ്റ് എന്ന ബംഗ്ലാവിൽ തീർത്തും ഒറ്റപ്പെട്ടവനായി മാറുന്നുണ്ട്. ഹി നോസ് ദ പെയിൻ ഓഫ് ഡെത്ത്. അതുകൊണ്ട് തന്നെയാണ് എത്ര പ്രൊവോക്ക് ചെയ്താലും ബാറ്റ്മാൻ ആരെയും കൊല്ലാത്തത്. ഡാർക്ക് നൈറ്റിലെ വില്ലനായ ജോക്കറിലേക്ക് വന്നാൽ ജോക്കർ അൺപ്രെഡിക്റ്റബിൾ ആണ്. ഗോതം സിറ്റിയിലെ മറ്റ് ക്രിമിനൽസ് എല്ലാം പണം ഉണ്ടാക്കാൻ വേണ്ടി ഓരോ കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോൾ ജോക്കർ ഗോതം സിറ്റിയുടെ സമാധാനം ഇല്ലാതാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഗോതം സിറ്റിയുടെ വില്ലനായി മാറാനാണ് അയാൾ ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടുന്നത്. മറുവശത്ത് ഗോതം സിറ്റിയിലെ എല്ലാവരും ബാറ്റ്മാനെ ആരാധിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ബാറ്റ്മാൻ കോസ്റ്റ്യൂം അഴിച്ചു വെക്കാനാണ് ഡാർക്ക് നൈറ്റിലെ ബ്രൂസ് വെയിൻ ആഗ്രഹിക്കുന്നത്. ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ലാത്ത ഗോതം സിറ്റിയാണ് അയാളുടെ സ്വപ്നം. അപ്പോഴാണ് അവിടെ ഹാർവി ഡെന്റ് എന്ന കഥാപാത്രം കടന്നു വരുന്നത്. അയാൾ നിയമത്തിന്റെ സഹായത്തോടെ എല്ലാ ക്രിമിനൽസിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നു. ഗോതം സിറ്റിയിൽ ഇനിയൊരു ബാറ്റ്മാന്റെ ആവശ്യമില്ലെന്ന് ബ്രൂസ് വെയിൻ തിരിച്ചറിയുന്നു. ബാറ്റ്മാൻ മുഖം മൂടി ഇട്ടുകൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഹാർവി തന്റെ അധികാരം ഉപയോഗിച്ച് നടപ്പിലാക്കുന്നുണ്ട്. കാലങ്ങളായി താൻ പ്രണയിച്ചുകൊണ്ടിരുന്ന റേച്ചലിനൊപ്പം ഒരു സാധാരണ ജീവിതം നയിക്കാൻ ബ്രൂസ് തീരുമാനിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും റേച്ചൽ ഹാർവിയുമായി പ്രണയത്തിലാവുന്നു. ഗോതം നഗരത്തെ രക്ഷിക്കാനായി ബാറ്റ്മാനായി മാറിയ ബ്രൂസിന് ജീവിതത്തിലെ വിലപ്പെട്ട പലതും നഷ്ടമാകുന്നുണ്ട്. അതേസമയം ഗോതം സിറ്റിയിലെ പുതിയ നായകനായ ഹാർവി ഡെന്റിനെ ജോക്കർ ഒരു വില്ലനാക്കി മാറ്റുന്നു. തുടക്കത്തിൽ ഗോതമിന്റെ ഹീറോ ആയി മാറിയ ഹാർവി പതിയെ പതിയെ ഒരു വില്ലനായി മാറുന്നു. ഹാർവി അങ്ങനെ ആകുന്നതിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളും ഉണ്ട്. സ്പോയിലർ ആകരുത് എന്നതുകൊണ്ടാണ് അതൊന്നും ഞാനിവിടെ പറയാത്തത്. ഒടുക്കം ഹാർവി ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ ബാറ്റ്മാൻ തന്നെ ഏറ്റെടുക്കുന്നു. അങ്ങനെ അയാളെ ഒരു ക്രിമിനലായി പോലീസ് മുദ്രകുത്തുകയാണ്. ഇവിടെ ഡാർക്ക് നൈറ്റ് എന്ന സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളുടെയും ചിന്താഗതി മാത്രമാണ് ഞാൻ വിശദമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ മാരകമായ ചേസ് സീക്വൻസുകൾ, ആക്ഷൻ സീനുകൾ, ട്വിസ്റ്റുകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ ക്രിസ്റ്റഫർ നോളൻ ഡാർക്ക് നൈറ്റിനുള്ളിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തൊക്കെ തന്നെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞ കഥാപാത്രങ്ങളുടെ ചിന്താഗതിയുടെ പോക്ക് തന്നെയാണ് ദ ഡാർക്ക് നൈറ്റിനെ മറ്റു സൂപ്പർ ഹീറോ സിനിമകളിൽ നിന്നും വേറിട്ടൊരു സിനിമയാക്കി മാറ്റുന്നത്. ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. ദ ഡാർക്ക് നൈറ്റ് കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. So what are you proposing? It's simple. Kill the Batman.